വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. എന്തെങ്കിലും മനസ്സിലായോ? സന്ദേശം എന്ന സിനിമയിലെ ശ്രീനിവാസനും അതുപോലെ ശങ്കരാടിയും തകർത്തഭിനയിച്ച ആ രംഗം നമ്മളാരും പെട്ടെന്ന് മറക്കാൻ ഇടയില്ല. അതോടൊപ്പം തന്നെ ഉത്തമൻ്റെ ഒരൊറ്റ ചോദ്യം കൂടി ആയപ്പോഴേക്കും എല്ലാം പൂർത്തിയായി. നമ്മളങ്ങ് പരാജയപ്പെട്ടു എന്ന് ലളിതമായി പറഞ്ഞാൽ പോരെ, അതിനൊരു താത്വിക അവലോകനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇതേ ചോദ്യം തന്നെ കുറേ നാളുകൾക്കും വർഷങ്ങൾക്കും മുൻപ് നഖഹാസു നദിക്കരയിൽ വെച്ച് പാറക്കെട്ടുകൾക്കിടയിൽ വെച്ച് ഒളിപ്പോർ സംഘത്തിലെ സുഹൃത്തുക്കൾ ചേയോട്, അതായത് സാക്ഷാൽ ചെഗുവേരയോട് ചോദിക്കുകയുണ്ടായി. പിന്നീട് അമേരിക്കൻ ചാരസംഘടനയായ CIA നേതൃത്വത്തിലും അതുപോലെ തന്നെ നിർദ്ദേശപ്രകാരവും ജെയ്മി ടെറാൻ എന്ന ബൊളീവിയൻ പട്ടാളക്കാരൻ ചേയുടെ നേർക്ക് വെടിയുതിർക്കുകയുണ്ടായി. ആ തോക്കിന് മുൻപിൽ നിന്നുകൊണ്ട് പതറാതെ ധൈര്യത്തോടെ നിശ്ചയദാർഢ്യത്തോടെ അയാൾ പറഞ്ഞത്, നിങ്ങൾക്കെന്നെ കൊല്ലാനാവും, പക്ഷേ തോൽപ്പിക്കാനാവില്ല എന്നാണ്. 1967 ഒക്ടോബർ 9 അദ്ദേഹം മരിക്കുമ്പോൾ ഒരു വല്ലാത്ത പോരാട്ട വീര്യത്തിൻ്റെ കഥ ഈ ലോകത്തിൻ്റെ മനസാക്ഷിക്ക് മുൻപിൽ തുറന്നിട്ടിട്ടാണ് 39-ാം വയസ്സിൽ ആ മനുഷ്യൻ പിൻവാങ്ങുന്നത്. അയാൾ കാട്ടിത്തന്ന ദൃഢനിശ്ചയത്തിൻ്റെ, തളരാത്ത പോരാട്ട വീര്യത്തിൻ്റെ ഒരു വല്ലാത്ത കഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. പറയാൻ മടിക്കുന്ന നാവും ഉയരാൻ മടിക്കുന്ന കൈയും അടിമത്തത്തിൻ്റേതാണ് എന്ന് അയാൾ ലോക മനസാക്ഷിക്ക് മുൻപിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. ആ മനുഷ്യൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി റെസിലിയൻസിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ദ ബൊളീവിയൻ ഡയറി. പട്ടിണിയിൽ നിന്ന് പോരാട്ടം ജനിക്കുന്നുവെന്ന് ചേ പറഞ്ഞിടത്ത് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ഏറെക്കുറെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ചേയുടെ ജനനം. 1928 മെയ് 14 ജൂൺ 14 ആവാം അദ്ദേഹം ജനിച്ചതെന്നാണ് ഒരു തർക്ക വിഷയമായി ഇപ്പോഴും അത് നിലനിൽക്കുന്നത്. എന്തായാലും പട്ടിണിക്കും പരിവട്ടങ്ങൾക്കും ഇടയിൽ ജനിച്ചു വീണ ആ മനുഷ്യൻ്റെ ചേ എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ തോഴൻ എന്നാണ്. ദ മേക്കിംഗ് ഓഫ് എ റെവല്യൂഷണറി എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന് ആകെക്കൂടെയുള്ള ഒരു സ്വത്ത് എന്ന് പറയുന്നത് ആസ്മ എന്ന രോഗത്തിൻ്റെ അസ്കിത മാത്രമാണെന്ന് നർമ്മരൂപേണ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും തൻ്റെ സുഹൃത്ത് ആൽബർട്ടിനൊപ്പം അദ്ദേഹം ഏതാണ്ട് ഒരു 4500ഓളം കിലോമീറ്റർ ലോകം കാണാൻ ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ കഥയൊന്ന് മാറി മറിയുന്നത്. ഒരു ഡോക്ടറാവാൻ ഇറങ്ങി തിരിച്ച ആ ചെറുപ്പക്കാരൻ തൻ്റെ കയ്യിൽ സ്റ്റെത്തിന് പകരം പിന്നീട് അങ്ങോട്ട് ഒരു തോക്കെടുത്ത് വിപ്ലവകാരിയായിട്ട് മാറുകയാണ്. അത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വർഗസമരം, പ്രശ്നങ്ങൾ, ബൂർഷ്വാസികളുടെ കടന്നുകയറ്റം, കുത്തക മുതലാളിമാർ. ആരാ പെട്ടെന്ന് കടന്നു വന്നത്? അച്ഛൻ ആണോ? ഞാൻ കരുതിയൊരു കുത്തക മുതലാളിയാണ് എന്ന് ശ്രീനിവാസൻ പറയുന്ന ആ ഡയലോഗൊക്കെ യഥാർത്ഥത്തിൽ കുത്തക മുതലാളിമാർ എന്തുകൊണ്ട് സമൂഹത്തെ ഇത്രമേൽ കാർന്ന് തിന്നുന്നു എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിടത്താണ് ചേ തൻ്റെ പോരാട്ടം ആരംഭിക്കുന്നത്. അദ്ദേഹം ഈ യാത്രക്കിടയിൽ ചിലിയിൽ ഒരു ചുക്കി എന്ന് പറയുന്ന ഒരു കോപ്പർ ഖനിയിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുന്നുണ്ട്. അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ ക്ലാസ് സ്ട്രഗിളിൻ്റെ വളരെ പാരമ്യം നിറഞ്ഞ സങ്കടകരമായ അവസ്ഥകൾ, പരിതാപകരമായ അവസ്ഥകളെക്കുറിച്ചൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നത്. അദ്ദേഹം തൻ്റെ രണ്ടാമത്തെ യാത്രയിൽ അത് പെറുവിലെ ലാപ്പാസയിലേക്കായിരുന്നു. അവിടെയും ഇതേ അവസ്ഥ തന്നെയാണ് തൊഴിലാളികൾ നേരിടേണ്ടി വരുന്നത്. അവരുടെ വർക്ക് ലൈഫ് ബാലൻസിനൊക്കെ ഇത്രമേൽ അന്തരമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് 2 സ്ത്രീകൾ കൂടി കടന്നു വരുന്നുണ്ട്. ഒന്നാം ഭാര്യയായിട്ട് ഹിൽഡായും രണ്ടാം ഭാര്യയായിട്ട് അലൈഡായും വരുന്നു. അലൈഡ പിന്നീട് പുസ്തകം പ്രസിദ്ധീകരിക്കുകയും തൻ്റെ മെമ്മറീസ് വിത്ത് ചേ എന്ന പേരിൽ ആ പുസ്തകം പുറത്തേക്ക് ഒക്കെ വരികയും ഉണ്ടായി. എന്തായാലും തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന വശ്യമനോഹരമായ നിമിഷങ്ങളെ തള്ളിമാറ്റിക്കൊണ്ട് ആ മനുഷ്യൻ പോരാട്ടത്തിൻ്റെ കനൽ വഴികളിലേക്ക് നടന്നു നീങ്ങി. അങ്ങനെ ക്യൂബയിലെ സമരനായകനായി, പടത്തലവനായി, വ്യവസായ മന്ത്രിയായടക്കം വിരാജിക്കുന്ന കാലഘട്ടത്തിൽ 1959 ചെഗുവേര ഒരിക്കൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം അന്ന് വന്ന സമയത്ത് KP ഭാനുമതി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിച്ചു, ആർ യു എ കമ്മ്യൂണിസ്റ്റ്? നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റാണോ? പക്ഷേ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ വ്യത്യസ്തമായൊരു മറുപടിയാണ്. ഐ എം ബോൺ ആസ് എ കാത്തലിക് എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി പിന്നീട് മാറുകയാണ് ഉണ്ടായത്. ചെറുപ്പകാലഘട്ടത്തിൽ പാബ്ലോ നെരൂദയുടെ രക്തം മണക്കുന്ന കവിതകളെ സ്വായത്തമാക്കാൻ കൊതിച്ച ആ ചെറുപ്പക്കാരൻ
ബർട്രാൻഡ് റസലിൻ്റെയും നീറ്റ്ഷയുടെയും മറ്റ് തത്വചിന്തകന്മാരുടെയൊക്കെ ചിന്തകൾ പേറിക്കൊണ്ട് കിടന്ന ആ മനുഷ്യൻ, മാർക്സിനെയും എംഗൽസിനെയും ഒക്കെ ആരാധിച്ച ആ പുരുഷൻ തൻ്റെ ജീവിത സായം സന്ധികളിലേക്ക് കടന്നു വരുമ്പോൾ ഗാന്ധിയെയും അതുപോലെ തന്നെ നെഹ്റുവിനെയും പുകഴ്ത്തുകയുണ്ടായി. അദ്ദേഹം ഒരിക്കൽ പറയുന്നത്, ലാറ്റിൻ അമേരിക്കയ്ക്ക് ഒരു ഗാന്ധി ഇല്ലാതായി പോയല്ലോ എന്ന ഒരു പരിഭവം പങ്കുവയ്ക്കുന്നതായിട്ട് KP ഭാനുമതി തൻ്റെ ഇൻ്റർവ്യൂവിൽ പുസ്തകത്തിൽ നിന്ന് ഞാനൊരല്പം വായിക്കാം. ഓരോ ദിവസത്തെയും പ്രധാന സംഭവങ്ങൾ കുറിച്ചു വയ്ക്കുന്ന ശീലം കാരണം അദ്ദേഹത്തിൻ്റെ ബൊളീവിയൻ ജീവിതത്തിലെ യാതനയും ദുരിതങ്ങളും നിറഞ്ഞ വീരോചിത ഐതിഹാസിക പോരാട്ടങ്ങളുടെ അന്ത്യനാളുകളെ പറ്റിയുള്ള വിശദവും വിലപ്പെട്ടതുമായ വിവരണങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയെ നിശ്ചയദാർഢ്യത്തെയും ഈ കൃതി ഒരിക്കൽ കൂടി വെളിവാക്കുന്നു. ഫിദൽ കാസ്ട്രോ ആരാണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ഒരു കവർ പേജാണ്. ഈ ചിത്രം വന്നതിന് പിന്നിൽ പോലും ഒരു ഹിസ്റ്ററി ഉണ്ട് എന്നുള്ളതാണ്. അതായത് 1960 മാർച്ച് 4 ഹവാന തുറമുഖ പട്ടണ നഗരത്തേക്ക് ഒരു ഫ്രാൻസിൻ്റെ ഒരു കാർഗോ ഷിപ്പ് വരികയാണ്. അതിൻ്റെ പേര് ലാ കുംബ്ര എന്നാണ്. അതിനകത്ത് നിറയെ എക്സ്പ്ലോസീവ്സ് ആയിരുന്നു. എന്തൊക്കെയോ ഒരു പാകപ്പിഴ കൊണ്ട് തന്നെ അവിടെ അന്നത് പല സമയങ്ങളിലായിട്ട് ആ കപ്പൽ പൊട്ടിത്തെറിക്കുകയും ഛിന്ന ഭിന്നമായി പോവുകയും ചെയ്യും. അതിൽ 100ഓളം തൊഴിലാളികൾക്കോ അതിലുപരിയോ ജീവഹാനി സംഭവിക്കുകയും ചെയ്തു. എന്തായാലും അതിനുശേഷം നടന്ന ഒരു അനുശോചന ചടങ്ങിൽ ആ സിമിട്രിയിൽ ചെഗുവേര വളരെ വാചാലനായിട്ട് പോരാട്ടത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും തൊഴിലാളി വർഗത്തിൻ്റെ ഉന്നമനത്തിൻ്റെ കടന്നു വരേണ്ടതിൻ്റെ വലിയ പോരാട്ട ചരിത്രത്തെക്കുറിച്ചുമൊക്കെ വിവരിക്കുന്ന സമയത്ത് ആൽബർട്ടോ കോർഡ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം പകർത്താനിടയായി. ആ ചിത്രം അതിനുശേഷം പത്രാധിപർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അവരത് നിരസിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം അതിൽ നിന്ന് വേണ്ടാത്ത അല്ലെങ്കിൽ ഒരു കൈയുടെയോ ഒരു ചെടിയുടെയൊക്കെ ഒരു ഭാഗം ഉണ്ടായിരുന്നതൊക്കെ വെട്ടിമാറ്റിയിട്ട് ഈ ചിത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് ലോകമെമ്പാടും പിന്നീട് വളരെ വിഖ്യാതമായൊരു ചിത്രമായിട്ട് മാറുകയാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് കാണുന്ന ഈ സ്ഥിതിയിലേക്ക് ഇതിനെ മാറ്റിയത് ജിം ഫിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന ഒരു ജർമ്മൻകാരനാണ്. ആ മനുഷ്യൻ ലണ്ടനിൽ കൊണ്ടുപോയി ഈ ചിത്രങ്ങളെല്ലാം വളരെ ഫ്രീ ആയിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അത് പിന്നീട് നമുക്കറിയാം ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഈ കമ്മ്യൂണിസം വേരോടിയ സമയത്ത് ഇങ്ങ് നമ്മുടെ കേരളത്തിൽ പോലും എവിടെയെല്ലാം സമ്മേളനങ്ങൾ നടക്കുന്നുണ്ടോ അത് അവിടെയെല്ലാം ഹെറോഗ്ലിഫായിട്ടും അതുപോലെ തന്നെ ഒരു ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിസം അല്ലെങ്കിൽ ഒരു സൈൻ ഓഫ് കമ്മ്യൂണിസം ഒക്കെ ആയിട്ട് ഈ ചിത്രം പലയിടത്തും നമ്മൾ കാണാറുണ്ട്. നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും ചെഗുവേരയുടെ ജീവിതത്തിലെ 2ാം അധ്യായം എന്ന കണക്കെ ഈ ബൊളീവിയൻ ഡയറി അറിയപ്പെടുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ബൊളീവിയൻ അഡ്വഞ്ചേഴ്സ് തന്നെയായിരുന്നു. 1960 അർജൻറ്റീനയിലും കോങ്കോയിലുമൊക്കെ വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് അവിടെ താൻ ക്യൂബയിൽ പയറ്റിയ അതേ തന്ത്രവുമായിട്ട് അദ്ദേഹം കടന്നു ചെല്ലുന്നുണ്ട് പോരാട്ട സമര മുഖങ്ങളിലേക്ക്. അതേപോലെ തന്നെയാണ് ബൊളീവിയയിലേക്കും അദ്ദേഹം വരുന്നത്. എന്നാൽ ബൊളീവിയയിൽ കാര്യങ്ങൾ കുറച്ച് വിഷമമായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ എഴുത്താണ് ഈ പുസ്തകം നിറച്ച് നമുക്കുള്ളത്. ഡയറി കണക്കെ എഴുതപ്പെട്ടിരിക്കുന്നു. വളരെ മനോഹരമായ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പിന്നീടൊന്നിലേക്ക് അങ്ങനെ പോകുന്ന വളരെ കൃത്യമായ ഒരു എഴുത്ത് ഇതിനകത്തുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചില മുറിഞ്ഞുപോകലുകളുണ്ടെങ്കിലും ഒരു കാലാൾപ്പട പോരാളികൾ തങ്ങൾ കയ്യിലേന്തിയ ചുമലിലേന്തിയ ആശയവുമായി തങ്ങളെ തന്നെ സമർപ്പിച്ച നിമിഷങ്ങളുമായിട്ട് പലയിടങ്ങളിൽ കറങ്ങിയ ഒരു ചരിത്രത്തെക്കുറിച്ചാണ് ഈ പുസ്തകം നമ്മുടെ മുൻപിൽ തുറന്നു വയ്ക്കുന്നത്. എന്തായാലും വായിക്കാൻ മനോഹരമാണ്. നമുക്ക് ഡേറ്റുകളുണ്ട്: ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഫെബ്രുവരി. കാരണം ഇതൊരു 1-2 വർഷത്തെ പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് ഈ പുസ്തകത്തിന് ഉള്ളിലുള്ളത്. വിശ്വപ്രസിദ്ധനായ ഖലീൽ ജിബ്രാൻ പറയുന്നത് പോലെ നദി സമുദ്രത്തോടടുക്കുമ്പോൾ അതിനൊരു ഭയം തോന്നും. കാരണം അത് നദി സമുദ്രത്തോട് ചേരാൻ പോവുകയാണ്. അത് പിന്തിരിയാൻ ശ്രമിക്കും, പക്ഷേ അതിനൊരിക്കലും ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല. അതേ അർത്ഥത്തിൽ ചെഗുവേര അയാൾ എന്തു തുടങ്ങി വെച്ചോ അതേ പോരാട്ട വീര്യത്തോടെ നിശ്ചയദാർഢ്യത്തോടെ അയാൾ മുന്നോട്ട് കുതിക്കുകയാണ് ഉണ്ടായത്, ഒരു പടക്കുതിരയെ പോലെ. എന്നാൽ ഫിഡൽ കാസ്ട്രോ അധികാരത്തിൻ്റെ പാരമ്യത്തിലെത്തിയപ്പോൾ അതിൽ കുറച്ചു കാലമെങ്കിലും അഭിരമിച്ച് ജീവിക്കാനായിട്ട് ശ്രമിച്ച് ഇന്നത്തെ പല നേതാക്കന്മാർക്കും സംഭവിക്കുന്നതും ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ്. പ്രതിലോമകാരികളുടെ നുണകൾക്കെതിരെ
കനൽ വഴിയിലെ ചരിത്ര സത്യങ്ങൾ വിളിച്ചു പറയാൻ ശ്രമിക്കാതെ ഒതുങ്ങിപ്പോകുന്ന ചില കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളൊക്കെ നമ്മൾ ഈയിടെയായിട്ടൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഒരാൾ തിരഞ്ഞെടുത്ത ആശയത്തിൻ്റെ വലുപ്പം കണ്ടിട്ടല്ല, അതിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കിക്കൊണ്ട് അദമ്യമായ ഒരു ദാഹത്തോടെ മുന്നേറാനായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയണമെന്നുള്ളതാണ്. എന്തായാലും ക്ഷമയുണ്ടെങ്കിൽ ഒരു വർത്ത് റീഡിംഗായ പുസ്തകം തന്നെയാണ് നക്കഹാസു നദിക്കരയിൽ വെച്ച് തൻ്റെ സുഹൃത്തുക്കൾ ഒളിപ്പോരാളികളോടൊപ്പം അദ്ദേഹം എഴുതിയ ഈ ഡയറി കുറിപ്പുകൾ ഒരു കമ്പൈൽഡ് ഫോമിൽ നമുക്ക് വായിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. തോറ്റുപോയവൻ്റെ കണ്ണിലെ ഒരൊറ്റ ചിരിമതി ജയിച്ചവൻ്റെ മനസ്സിലെ എല്ലാ ആത്മവിശ്വാസവും കെടുത്തിക്കളയാനെന്ന് പല ആവർത്തി നമുക്കിതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. കാരണം ആരെങ്കിലും ആ മനുഷ്യൻ തോറ്റു എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആകെ കൈമുതലായിട്ടുണ്ടായിരുന്നത് ഒരു ടോപ്പോഗ്രഫി ചാർട്ട്, അല്ലെങ്കിൽ ഒരു റേഡിയോ സിസ്റ്റം, കുറച്ച് യന്ത്രത്തോക്ക് സാമഗ്രികൾ, ഇങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ അടങ്ങാത്ത വലിയൊരു പോരാട്ട വീര്യം ആ മനുഷ്യൻ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അത് അദ്ദേഹം ഉൾക്കൊണ്ട ആശയത്തിൻ്റെ പേരിലാണ്. വലിയ സ്ഥാനമാനങ്ങളിൽ ഇരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു പൊളിറ്റീഷ്യനായി മാറി അദ്ദേഹം ചരിത്രത്തിൻ്റെ യവനികയിലേക്ക് പിന്തള്ളപ്പെടുമായിരുന്നു. എന്നാൽ തോറ്റുപോവാതെ ആ മനുഷ്യൻ ഇന്നും മനുഷ്യഹൃദയങ്ങളിൽ ജീവിക്കുന്നത്, ചുണ്ടിൽ ഒരു ഹവാന ചുരുട്ടും കയ്യിൽ ഒരു തോക്കും മനസ്സ് നിറയെ ധൈര്യവുമായി ആ മനുഷ്യൻ യുവാക്കളുടെ ഇടയിൽ ഇന്നുമുണ്ട്. മറ്റ് മൊറാലിറ്റിയിൽ സംബന്ധിക്കുന്ന എന്ത് കാര്യങ്ങൾ മാറ്റി നിർത്താം, പക്ഷേ അയാൾ മുന്നോട്ട് വെച്ച ആശയം വലിയ ഒന്ന് തന്നെയായിരുന്നു. അത് ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.